അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവ് എന്ന ഈ വിജ്ഞാനപ്രദമായ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചുമാണ് ആഴ്ചകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചക പ്രേമം ജീവിതത്തിൻ്റെ ചാലക ശക്തിയായി മാറുന്നത് പ്രവാചകനോടുള്ള പ്രേമത്തിന് ആഴിയുടെ അഗാധതയും കൊടുങ്കാറ്റിൻ്റെ ശൗര്യവും കൈവരുന്നത് നാം വിശദമായി പറയുകയുണ്ടായി. തെക്കൻ കേരളത്തിലെ ഒരു തറവാടിത്തമുള്ള കുടുംബത്തിലെ പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയുണ്ടായി. പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജിയൊക്കെ കൊടുത്ത് ആ കുട്ടിയെ മടക്കിയെടുത്തു. അതിന് മനഃപരിവർത്തനമുണ്ടാകാൻ വേണ്ടി പെൺകുട്ടികളുടെ അറബി കോളേജിൽ, ബനാത്ത് അറബി കോളേജിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഏതാണ്ട് 2 മാസക്കാലത്തോളം അവിടുത്തെ ശിക്ഷണത്തിൽ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാവരും അതിനെ ഉപദേശിച്ചു. ആ കുട്ടിയുടെ മനസ്സൊക്കെ മാറി. രക്ഷകർത്താക്കൾ വന്ന് വിനീതനായി എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. ഞാനും ആ കുട്ടിയോട് ഏതാണ്ടൊരു 1/4 മണിക്കൂർ സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു, അബദ്ധം പിണഞ്ഞതാണ്, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇനിയൊന്നും ഉണ്ടാവില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പയ്യൻ കോടതിയിൽ കേസ് കൊടുത്തു. മാസങ്ങൾക്ക് ശേഷം കോടതിയിൽ ഈ കുട്ടി വിസ്തരിക്കപ്പെട്ടു. മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം കാഴ്ച കാണാൻ വന്നു. കോടതിയിലെത്തിയപ്പോൾ കുട്ടിയുടെ സ്വഭാവം മാറി. പയ്യനെ കണ്ടപ്പോൾ അവളെല്ലാം മറന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ അവൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, അവനോടൊത്തുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്. പ്രായപൂർത്തിയായ പെൺകുട്ടി ആയതുകൊണ്ട് കോടതി ആ പയ്യൻ്റെ കൂടെ ആ പെൺകുട്ടിയെ വിട്ടയക്കുകയുണ്ടായി. ഈ കുട്ടി ഇത് പറഞ്ഞതോടുകൂടി ഉമ്മ കോടതിയിൽ തന്നെ ബോധം കെട്ട് വീണു. പിതാവും കുടുംബവും ആകെ തകർന്നു പോയി. ഏക മകൾ. അവർ ആ നാട്ടിൽ നിന്ന് അവരുടെ സ്ഥലവും വീടുമെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് മറ്റൊരിടത്തേക്ക് പോയി കളഞ്ഞു. ഇപ്പോഴെവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അപമാനം കൊണ്ട് നാട് വിട്ടു പോയി കളഞ്ഞു. ഒരു മാംസ അനുരാഗത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ശരീരബന്ധമായ ഒരു പ്രേമത്തിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പെറ്റു വളർത്തി കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനടിക്കും എന്നൊക്കെ നമ്മൾ പറയാറുള്ളതിൻ്റെ യാതൊരു അതിശയോക്തിയുമില്ല. പൊന്നുപോലെ മക്കളെ വളർത്തി വലുതാക്കി ഒരാൺകുട്ടിയെ കണ്ടവൻ്റെ കടാക്ഷം കണ്ടപ്പോൾ അവൻ്റെ മതമോ ജാതിയോ സ്വഭാവമോ ഒന്നും നോക്കാതെ അവനോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന പെൺകുട്ടികൾ. മാംസബന്ധമായ സ്നേഹം, ശാരീരിക പ്രേമത്തിൻ്റെ സ്നേഹം, അതൊക്കെ നമ്മളിവിടെ കാണുകയാണ്. ഇവിടെയാണ് നമ്മുടെ മുൻഗാമികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ജീവനേക്കാൾ സ്നേഹിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ആഴിയുടെ അഗാധതയേക്കാൾ കനത്ത സ്നേഹം, പെരുമഴയേക്കാൾ പരന്ന സ്നേഹം, കൊടുങ്കാറ്റിനേക്കാൾ ശൗര്യമുള്ള വേഗതയുള്ള സ്നേഹം. അള്ളാഹുവിൻ്റെ റസൂലിനെ ഹൃദയത്തിൽ സ്നേഹിക്കുകയും അനുരാഗം വയ്ക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും അത് ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലമായി മാറും, വലിയ പുണ്യമായി മാറും. സ്വർഗപ്രവേശനത്തിന് അത് കാരണമാകും. അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരുപാട് സ്നേഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു കവി പാടുകയുണ്ടായി, അഖില്ലായ ഖല്ലു കുല്ല ഖുല്ലിൻ വഖില്ലതി
സിവാ ഖല്ലത്തിൽ മഹ്ബൂബി ഫീ കുല്ലി ഖല്ലത്തി. കൂട്ടരെ, നിങ്ങളുടെ കൂട്ടായ കൂട്ടൊക്കെ വിട്ടുകളയുക. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ, നിങ്ങളുടെ പാർട്ടികൾ, നിങ്ങളുടെ നായകർ, നിങ്ങളുടെ സംഘടനകൾ, ഇതെല്ലാം വിട്ടുകളഞ്ഞോളൂ. എല്ലാറ്റിനോടുമുള്ള കൂട്ടുവിട്ടുകൊണ്ട് മദീനയിലെ മുത്തിനോട് കൂട്ടുകൂടിക്കോളൂ. മദീനയിലെ മുത്തിനെ സ്നേഹിച്ചോളൂ. നിങ്ങൾ രക്ഷപ്പെടും. അതിലാണ് നിങ്ങളുടെ രക്ഷ, അതിലാണ് നിങ്ങളുടെ വിജയം, അതിലായിരിക്കും നിങ്ങളുടെ ആനന്ദമെന്ന് അദ്ദേഹം പാടുകയാണ്. അഖില്ലായ ഖല്ലു കുല്ല ഖുല്ലിൻ വഖില്ലതി സിവാ ഖല്ലത്തിൽ മഹ്ബൂബി ഫീ കുല്ലി ഖല്ലതി. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹുലിൽ മീഹാലിഹാൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാപ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഒരു വിത്തായി പൊട്ടിമുളച്ചിരിക്കുന്നു. ആ വിത്ത് വളർന്ന് പടർന്ന് പന്തലിച്ച് ശാഖോപശാഖകളായി അതെൻ്റെ ഹൃദയത്തിനും ശരീരത്തിനും പുറത്തേക്ക് പ്രവഹിക്കുന്നു. ആ പ്രേമത്തണലിൽ ഞാനിന്ന് കഴിഞ്ഞുകൂടുകയാണ്. ആ പ്രവാചകനുള്ള പ്രേമമാണ് എൻ്റെ എല്ലാ ആധാരം, എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മഹാനായ പണ്ഡിതൻ, കായൽ പട്ടണത്ത് അടങ്ങിയിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി, അദ്ദേഹത്തിൻ്റെ അല്ലഫൽ അലിഫിൽ പ്രവാചക പ്രേമം പ്രകടിപ്പിക്കുന്നു എന്ന് കാണുക. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹുലിൽ മീഹാലിഹാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അറബി ഭാഷയുടെ 28 അക്ഷരങ്ങൾക്ക് ഓരോന്നുകൊണ്ടും ഓരോ അക്ഷരത്തിനും ഓരോ ബൈത്ത് വെച്ച് പ്രവാചക പ്രേമം കവിഞ്ഞൊഴുകുന്ന പദ്യം. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന കഴിവുള്ളവർ കായൽ പട്ടണത്ത് പോകണം. ഒരു കാലത്ത് ഇൽമിൻ്റെ കേളീരംഗമായിരുന്നു. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ മാറ്റം സംഭവിച്ചു. മഹാപണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ വലിയകൾ ധാരാളമായുള്ള ഉണ്ടായിരുന്ന സ്ഥലം, മഹ്ലറയുടെ സ്ഥലം. അവിടെ ചെന്ന് ഉമർ വലിയുല്ലാഹിൽ ഖാഹിരിയുടെ മക്ബറ അന്വേഷിച്ച് തക്കി സാഹിബ് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യണം, സലാം ചൊല്ലണം. അവിടെ ഈ ബെയ്ത്ത് പ്രസിദ്ധീകരിച്ച് വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് കഴിയുമെങ്കിൽ പാടണം. സാധുവായ ഞാൻ പോവുകയും കണ്ണീരൊഴുക്കിക്കൊണ്ട് പാടുകയും ചെയ്തു. മഹത്തായ പ്രവാചക പ്രേമം സ്ഫുരിക്കുന്ന മഹാകാവ്യം അറബി അക്ഷരങ്ങളെടുത്തിട്ട് അമ്മാനമാടിക്കൊണ്ട് പ്രവാചക പ്രേമത്തിൻ്റെ ഒരു അന്തരീക്ഷം, പ്രവാചക പ്രേമത്തിൻ്റെ ഒരു കൊട്ടാരം തന്നെ അദ്ദേഹം അറബി വാക്കുകൾ കൊണ്ട് പടുത്തുയർത്തിയിരിക്കുന്നു. സ എന്നുള്ള അക്ഷരം, അതുകൊണ്ട് എത്രയോ വാക്കുകൾ, ഒരേപോലെയുള്ള വാക്കുകൾ, അവയ്ക്കൊക്കെ വ്യത്യസ്തമായ അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ മെഹ്റാജിന് പോയി അള്ളാഹുവിനെ കണ്ടപ്പോൾ, ആകാശ ആരോഹണം ചെയ്തപ്പോൾ അവിടെ നിന്ന് രണ്ടാമനായിരുന്നു. മൂന്നാമനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അള്ളാഹു കഴിഞ്ഞാൽ രണ്ടാമനായി പ്രവാചകൻ മാത്രം. മൂന്നാമനായി ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല. എത്ര മനോഹരമായ ആശയങ്ങൾ അദ്ദേഹം അല്ലഫൽ അലിഫ് പാടിയിരിക്കുന്നു. അല്ലഫൽ അലിഫ് പാടണം, കേൾക്കണം. കഴിയുമെങ്കിൽ കായൽ പട്ടണത്ത് പോയി അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് ചൊല്ലണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.
സാനിയം മാ സാലിസംബൽ സാനിയല്ലം സാലിസാൽ. പ്രവാചക പ്രേമം കൊണ്ടാണ് നമ്മൾ സ്നേഹക്കൊട്ടാരം പടുത്തുയർത്തേണ്ടത്. ഭൂമിയിലെ താൽക്കാലികമായ അനുരാഗങ്ങളല്ല, മാംസനിബന്ധമായ ബന്ധങ്ങളല്ല, താൽക്കാലിക കൗതുകങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന പ്രേമങ്ങളല്ല. അതൊക്കെ പെട്ടെന്ന് അസ്തമിച്ചു പോകും. വെള്ളത്തിലെ കുമിളകൾ പോലെയാണത്. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. ജനങ്ങളെ, നിങ്ങൾ ഒരാളും യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നവരെ. സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു റസൂലെ, എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ മക്കളെക്കാളും എല്ലാറ്റിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഉമറെ, നീ ഇപ്പോഴും മുഅ്മിനായിട്ടില്ല, നീ ഇപ്പോഴും വിശ്വാസിയായിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട്, എന്താണിത് കാരണം? പ്രവാചകൻ പറഞ്ഞു, നിന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്നവരെ, നിൻ്റെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നവരെ നീ യഥാർത്ഥ വിശ്വാസിയായി തീരാൻ പോകുന്നില്ല. നമുക്കറിയാം, ഒരു മനുഷ്യന് ഈ ലോകത്തെ ഏറ്റവും വലുത് അവസാനമുള്ളത് താനാണ്. തന്നെ നിലനിർത്താൻ വേണ്ടി ആരെയും നഷ്ടപ്പെടുത്താൻ മനുഷ്യൻ തയ്യാറാകും. തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ നിലനിർത്താൻ വലിയ തോതിൽ മനുഷ്യർ തയ്യാറാകുമൊന്നുമില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു റസൂലെ, എൻ്റെ ശരീരത്തെക്കാളും എന്നേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങാണ് എൻ്റെ എല്ലാം. മഹാനായ പ്രവാചകൻ പറഞ്ഞു, ആനയാ ഉമർ, ഉമറെ, ഇപ്പോഴാണ് നീ യഥാർത്ഥ വിശ്വാസിയായി തീർന്നത്. നിന്നേക്കാളും നീ എന്നെ സ്നേഹിക്കണം. നാം എവിടെ നിൽക്കുന്നു സ്നേഹത്തിൻ്റെ വിഷയത്തിൽ? അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ മഹാനായ പ്രവാചകനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും എത്ര കാതങ്ങൾ അകലെയാണ്. സ്വന്തത്തേക്കാൾ നമ്മൾ അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ? സ്വന്തത്തേക്കാളില്ല എന്നത് പോകട്ടെ, നമുക്ക് പ്രിയപ്പെട്ടവരെക്കാൾ പോലും നമ്മൾ അള്ളാഹു റസൂലിനെ സ്നേഹിക്കുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടതിനേക്കാൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ ഒരു സംഭവം നടക്കുമ്പോൾ, നമ്മുടെ ഒരു വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണം വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ പ്രവാചകനെ അനുകരിച്ചാണോ നമ്മൾ ചെയ്യുക? ഇല്ലെങ്കിൽ നമുക്ക് പ്രവാചക സ്നേഹം ഉണ്ടെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നാം നമ്മുടെ തോന്നിയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രവാചകനെ വിസ്മരിക്കുന്നു, പ്രവാചകനെ ശ്രദ്ധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഓരോന്നും എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ആ രീതിക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ പ്രേമം ഉണ്ടാവുക. സ്വലാത്ത് വർദ്ധിപ്പിക്കണം. മഹാനായ നബി തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലണം. അപ്പോഴേ നമ്മുടെ പ്രേമത്തിൻ്റെ ഒരു ചെറിയ അടയാളമെങ്കിലും പുറത്തു വരികയുള്ളൂ. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമാ മുസ്ലിമിൻ ലം യുദ്കർ ഇൻദഹു സദഖത്തുൻ അയ്യുമാ മുസ്ലിമിൻ ലം യകുൻ ഇൻദഹു സദഖത്തുൻ ഫലഖുൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫഇന്നഹാ സകാത്തുൽ ഫഖീർ. ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പക്കൽ സമ്പത്തൊന്നുമില്ലെങ്കിൽ, ദാനം ചെയ്യാൻ, ധർമ്മം ചെയ്യാനൊന്നുമില്ലെങ്കിൽ, അവനിങ്ങനെ പറഞ്ഞു കൊട്ടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത്രയും അവൻ പറഞ്ഞാൽ അവൻ പണം ദാനം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്നതാണ്. നാം ആലോചിച്ച് നോക്കണം. പണമില്ല, പണമുള്ളവർ പലതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. മലയാള സിനിമയിലെ ഒരു ഹീറോ കഥാപാത്രം 1000 വീടുകളാണ് വെച്ച് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേതാനും വീടുകളുടെ പണി കഴിഞ്ഞു എന്നും പറയപ്പെടുന്നു. 1000 വീടില്ലാത്തവർക്ക് തൻ്റെ സമ്പത്ത് കൊണ്ട് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മലയാള നടൻ. നമുക്കറിയാം, യൂസഫ് അലി സാഹിബ് ഇന്ന് കേരളത്തിൻ്റെ ഒരു സമ്പത്താണ്. യൂസഫ് അലി, അദ്ദേഹം എത്രയാ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, എത്ര പേർക്കാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകൾ തന്നെ അറിയുന്നുണ്ടോ എന്ന് സംശയം.
അത്രമാത്രം വാരിക്കോരി കൊടുക്കുന്നു. എത്ര കുടുംബങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. എത്ര പേരുടെ അന്നം അദ്ദേഹം കാരണമായിട്ടാണ് അള്ളാഹു തആല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ 1000 വീട് വെച്ച് കൊടുക്കാനൊരു നടൻ തീരുമാനിക്കുന്നു. എം യൂസഫ് അലി സാഹിബ് ഒരുപാട് ദാനം ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നമ്മളും ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെയാണ് ചിന്തയെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്ന പണമില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ സ്വല്ലി അലൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഇത്രയും ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സ്വലാത്ത് ധർമ്മമാണ്, സ്വലാത്ത് സ്വതക്കയാണ്. സ്വതക്ക കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലിയാൽ നൽകുമെന്ന് പറയുമ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് എൻ്റെ TV പ്രോഗ്രാമിലേക്കൊരു ചോദ്യമുണ്ടായിരുന്നു. ഒരു സഹോദരി ചോദിച്ചു, നോമ്പ് പിടിക്കാൻ കഴിയില്ല, കരൾ രോഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പകരം മുദ്ദ് കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. അവർ പറഞ്ഞു, മുദ്ദ് കൊടുക്കാനും കഴിയില്ല, അതിനുള്ള സമ്പത്തില്ല, ഞാൻ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കണം. നോമ്പ് പിടിക്കാൻ കഴിയില്ല, പ്രായശ്ചിത്തമായി അരി കൊടുക്കണം. ഒരു നോമ്പിന് പകരം 600 ഗ്രാം അരി വെച്ച് കൊടുക്കണം. അവർ പറഞ്ഞു, അതിന് നിവൃത്തിയില്ല, സാമ്പത്തിക ശേഷി തീരെയില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അല്ലാഹു തആല എപ്പോഴെങ്കിലും സമ്പത്ത് തന്നാൽ അത് കൊടുത്ത് വിടുക. പക്ഷേ അതുവരെ നിങ്ങളൊരു കാര്യം ചെയ്യും, സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. സ്വലാത്ത് സ്വതക്കയാണ്. സ്വലാത്തിന് ധർമ്മത്തിൻ്റെ കൂലി കിട്ടും, സ്വലാത്തിന് ഒരുപാട് ദാനം ചെയ്തതിൻ്റെ കൂലി കിട്ടുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നു. സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊള്ളുക എന്ന് പറയുകയുണ്ടായി. സമ്പത്തില്ലാത്തവർ, ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് കൊതിക്കുന്നവർ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചുകൊള്ളുക, ചൊല്ലിക്കൊള്ളുക. ഫലം തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വലിയ പ്രതിഫലം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖൽത മൻസിലക ഫസല്ലി മിൻകാന ഫീ അഹദുൻ വ ഇല്ലം യകുൻ ഫീഹി അഹദുൻ. നീ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുന്നിൽ നിന്ന്, നടവാതിലിൽ നിന്ന് ഒരു സലാം പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വീട്ടിൽ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും. എന്നിട്ടോ ഫസ്വല്ലി വസല്ലിം അലയ്യ, എൻ്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി വസല്ലിം. ഇങ്ങനെ സ്വലാത്തും സലാമും എൻ്റെ പേരിൽ ചൊല്ലുക. വഖറ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഒരു തവണ ഓതുക. ഇത്രയും ചെയ്താൽ ഫഫാല റജുലു, ഒരു മനുഷ്യൻ ഇത് കേട്ട് ഇപ്രകാരം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിപ്പിച്ചു. ഹത അഫാലാല ഖറാബത്തിഹി വ ജീറാനിഹി, അദ്ദേഹത്തിന് സമ്പത്ത് ഇഷ്ടം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്രത്തോളം? അദ്ദേഹം ധനികനായി, ബന്ധുക്കൾ ധനികനായി, അയൽക്കാർ പോലും രക്ഷപ്പെട്ടു പോവുകയുണ്ടായി. അല്ലാഹു തആല വലിയ ഇത് തരും. നമ്മളൊരുപാട് പേർ കഷ്ടപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. മുറുകെ പിടിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇത് ഉറപ്പായും പ്രയോജനം കിട്ടുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് മുഴുവൻ മാറിപ്പോകുന്നതാണ്. നിങ്ങളെന്ത് ചെയ്യണം? പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ, മുറ്റത്തേക്ക് ഇറങ്ങുന്ന കാര്യമല്ല ഈ പറഞ്ഞത്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുൻവാതിലിൽ നിന്ന് അല്ലെങ്കിൽ നടക്കലിൽ നിന്ന്, സ്റ്റെപ്പിൽ നിന്ന് ഒരു സലാം ചൊല്ലുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വീട്ടിൽ ആളുണ്ടെങ്കിൽ മടക്കട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നബിതങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഒരു തവണ ഖുൽ ഹുവല്ലാഹ് ഓതുക. ഇത് മൂന്നും ചെയ്യുന്ന പതിവാക്കി വന്നാൽ, കഷ്ടിച്ച് 2 മിനിറ്റ് പോലും ഇതിന് വേണ്ട, പതിവാക്കി വന്നാൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ വല്ലാതെ ഉയരും, വളരെ ഉയർന്നു പോകുമെന്ന് യാതൊരു സംശയവും വേണ്ട. സ്വലാത്ത് സദഖയാണ്. സ്വലാത്ത് ചൊല്ലൽ പുണ്യമാണെന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സ്വലാത്ത് ചൊല്ലിയാൽ സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കണം. സാമ്പത്തികം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കണം. കാരണം സ്വലാത്ത് ചില്ലറ കാര്യമല്ല, അള്ളാഹുവും മലക്കുകളും ചെയ്തതാണ്. അള്ളാഹുവും മലാഖമാരും ചെയ്ത സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹവും പൊരുത്തവും നേടിയെടുക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാ. കളമശ്ശേരിയിൽ നിന്നും ആരിഫ എന്ന സഹോദരി ഒരു കത്തയച്ചിട്ടുണ്ട്. ഇസ്ലാം അറിവുകൾ എന്ന പരിപാടി ഞങ്ങൾ മുടങ്ങാതെ കാണുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ അറിവുകളാണ് ഉസ്താദ് പകർന്നു നൽകുന്നത്. ഈ പരിപാടി വീക്ഷിക്കുന്തോറും മനസ്സിൽ ഈമാൻ കൂടുതൽ ദൃഢപ്പെടുത്താൻ സാധിക്കുന്നു. ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം ആ സഹോദരി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് മൂക്കുകുത്തൽ അനുവദനീയമാണോ? കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കിഴക്കൻ ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബിൽപ്പെട്ട സ്ത്രീകളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. മൂക്കുകുത്തുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ കാതുകുത്തൽ പോലും ഇസ്ലാമിലില്ല. കാതുകുത്തൽ പോലും ഇസ്ലാമിലില്ല. സൗദിയിലെ അല്ലെങ്കിൽ അറബി രാഷ്ട്രങ്ങളിലെ പല സ്ത്രീകളും ഇപ്പോഴും കാതുകുത്താറില്ല. നമ്മുടെ നാട്ടിലെ മറ്റുള്ളവരെ കണ്ട് നമ്മൾ പകർത്തിയ ഒരു ആചാരമാണ് കാതുകുത്തൽ. അത് വലിയ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലും സത്യത്തിൽ ഇസ്ലാമിലില്ല, അനുവദനീയമാണ്. സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യൽ വേണമെങ്കിൽ അനുവദനീയമാണെന്ന് പറയാം, അത്രമാത്രം. എന്തായാലും മൂക്കുകുത്തൽ ഇസ്ലാമിലില്ല. കാതുകുത്തൽ പോലും ഇല്ലാത്ത ഇസ്ലാം എങ്ങനെയാണ് മൂക്കുകുത്താൻ അനുവദിക്കുക? ഒന്നും ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിനെ തനതായ രീതിയിൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് തുറന്നും എഴുതുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, ഗിരിനഗർ, കടവന്ത്ര, കൊച്ചിൻ 20. ഇൻഷാ അല്ലാഹ് വരുന്ന മാർച്ച് മാസം 28-ാം തീയതി നെടുമ്പാശ്ശേരിയിൽ നിന്നും സൗദി എയർലൈൻസിൽ ഈ വിനീതൻ ഉംറയ്ക്ക് പോകുന്നു. എന്നോടൊപ്പം ഉംറയ്ക്ക് വരാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അള്ളാഹു അനുഗ്രഹിച്ച് വരുന്ന മെയ് മാസത്തിൽ റഷ്യയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സിയാറത്ത് ചെയ്യാൻ പോകുന്നുണ്ട്. മരണപ്പെട്ട് ഒരു മാസക്കാലം ഖബറിൽ നിന്നും ആ നാട് മുഴുവൻ കസ്തൂരി അടിച്ച് വീശിയ മഹാനായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രയോ തവണ സ്വപ്നത്തിൽ കണ്ട, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകൾ ക്രോഡീകരിച്ച മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ പോകുന്നു. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഒരാഴ്ചത്തെ പ്രോഗ്രാമാണ്. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ, താഷ്കൻഡ് ഒക്കെ നമുക്ക് കണ്ട്, ബുഖാറയൊക്കെ കണ്ട് എല്ലാ സിയാറത്തും കഴിഞ്ഞ് മടങ്ങാം. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. 9387544151 9746968177. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.